ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഒരു അടിപൊളി പാൻകേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാനിവിടെ മാറ്റി വെച്ചതാണ്. ഞാനിവിടെ 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ള വേറെയായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായി ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും വേർതിരിച്ച് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ വെള്ളം ഞാൻ ഇതേപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്കിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയാണ്. ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. പാലില്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടിയും ചേർക്കാം. ഞാനിവിടെ പാലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി. ഞാനിപ്പോൾ വാനില എസൻസ് ഉപയോഗിക്കുന്നില്ല, ഏലക്കയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ 1/2 ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് മൈദ ചേർക്കാം. നമ്മൾ നേരത്തെ പാലൊഴിച്ച് അതിലേക്ക് പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിലാണ് പാൽപ്പൊടി ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഈ അരിപ്പയിലൂടെ അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടയൊന്നും കൂടാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സാണിത്. ഇത് അധിക സമയം ഇതേപോലെ വെക്കരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് കുറച്ച് ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ കട്ടയൊക്കെ മാറി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് സിമ്പിളായിട്ടാണ് ചെറിയ കേക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലൊന്ന് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് 2 സൈഡിലും. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പം ഞാനിത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത്
ഒരു മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.